ടി ജി ഈ അടുത്തൊരു ലേഖനം വന്നിരുന്നു. അതായത് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനല്ല, അദ്ദേഹം ജീവിച്ചിരുന്നില്ല. മിഷണറിമാരാണ് മലയാളം ത്തിൻ്റെ ഒരു ഭാഷയുടെ പിതാക്കന്മാരെന്ന് അവകാശപ്പെടേണ്ടത്, അവർക്കാണ് കൊടുക്കേണ്ടത് ആ അവകാശം എന്ന് പറഞ്ഞൊരാൾ എഴുതിയ ഒരു ലേഖനം വന്നിരുന്നു. അത് വലിയൊരു ചർച്ചയായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഇത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ പ്രശസ്തി ഉണ്ടാവും. അത് വന്ന പ്രസിദ്ധീകരണത്തിനും കുറേ സർക്കുലേഷനൊക്കെ കൂടും. അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതി വേണോ പ്രശസ്തനാവാനും സർക്കുലേഷൻ കൂട്ടാനും എന്നൊക്കെയുള്ളതാണ് ചോദ്യം. ഈ മിഷണറിമാരൊക്കെ എന്നാണ് കേരളത്തിൽ വരുന്നത്? അപ്പം അതിനു മുമ്പ് കേരളത്തിൽ ഏത് ഭാഷയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇവർ ഒരു ഭാഷയങ്ങ് ഉണ്ടാക്കുന്നു, എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ നടന്ന് പഠിപ്പിച്ചോ. ഇത് പൂച്ചയാണ്, ഇത് പട്ടി എന്നാണ് ഇതിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് ഇവർ നടന്ന് പഠിപ്പിച്ചു. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല, അപ്പോൾ പിന്നെ ആര് ഈ രാമായണം എഴുതിയത്? അത് പേരറിയാത്ത ഏതോ ഒരു ഇങ്ങനെയൊക്കെ പറയരുത്. ഇതൊക്കെ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നു എന്ന് രാമായണം എഴുതിയതുകൊണ്ട് മാത്രമല്ല, മറ്റ് പല ഒരുപാട് റെഫറൻസൊക്കെ ഉണ്ട്. ഈ ലബ്ധപ്രതിഷ്ഠമായ കാര്യങ്ങളെ നിങ്ങൾക്ക് വെറുതെ ഒരു ലേഖനം കൊണ്ടൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു അനാവശ്യമായ ഒരു പ്രശ്നം സമൂഹത്തിലുണ്ടാക്കാം. നിങ്ങളിൽ കുറേ ഡാറ്റയൊക്കെ ഉണ്ടാകും, വെറുതെ ഒന്നുമല്ല അത് ചെയ്യുന്നത്. വാസ്തവത്തിൽ മിഷണറിമാർ മലയാളം പഠിക്കുകയാണ് ഉണ്ടാക്കി. മലയാളം പഠിച്ചു, അവരുടെ ആവശ്യം ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ മലയാളികളുടെ ഇടയ്ക്കാണെങ്കിൽ മലയാളം പഠിക്കണമല്ലോ. അതിനുവേണ്ടി അവർ മലയാളം പഠിച്ചു. അത് ക്രോഡീകരിച്ചു. ഗുണ്ടർട്ട് ഒരു നിഘണ്ടു എഴുതി. ആ നിഘണ്ടുവിൻ്റെ ആമുഖത്തിൽ ഗുണ്ടർട്ട് തന്നെ പറയുന്നുണ്ട്, മതപരിവർത്തനത്തിൻ്റെ ആവശ്യത്തിലേക്ക് എൻ്റെ പിന്നാലെ വരുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ നിഘണ്ടു തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു ഡിക്ഷണറി തയ്യാറാക്കാനുള്ള ആവേശമായിരുന്നില്ല അതിൻ്റെ പുറകിൽ. ഒരു റിസർച്ച് മൈൻഡായിരുന്നില്ല. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് മതപരിവർത്തനം സാധ്യമാകും. അത് മലയാളം മാത്രമല്ല, പല ഭാഷയിലും അവർ കടന്നു കയറിയിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1995-96 കാലഘട്ടത്തിലാണ് അവർ ബൈബിള് ലോക്കലൈസ് ചെയ്തു. എന്നുവെച്ചാൽ അവരുടെ ഒരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിൽ ഈ യേശു ക്രിസ്തു ഇന്ത്യൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെടും. മറ്റേ ജോസഫ്, മേരി ഇവരൊക്കെ അവരുടെ ഒരു പാശ്ചാത്യ വേഷത്തിലാണല്ലോ, റോമൻ വേഷത്തിലാണ് അവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതെല്ലാം. ഇത് മാറ്റിയിട്ട് മേരി സാധാരണ മേരിയായി, ഇന്ത്യൻ സാരിയും ബ്ലൗസും, ജോസഫ് മുണ്ടും ഷർട്ടും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഇല്ലസ്ട്രേഷനൊക്കെ വെച്ചിട്ട് ബൈബിൾ ഇറക്കി നോക്കി. അത് ക്ലിക്കായില്ല. അന്ന് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അവർ പരമേശ്വരജിയെ സമീപിച്ചു. പരമേശ്വരജി പറഞ്ഞു, നിങ്ങൾ 12,000 വർഷമായി ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഇതും ചെയ്തോളൂ. ഒഫീഷ്യലി ഞാൻ പ്രതികരിക്കാനൊന്നുമില്ല, ഏതായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന്. ഗുണം പിടിച്ചില്ല, ആ ട്രിക്ക് വിജയിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവർക്ക് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ ക്രെഡിബിലിറ്റി, മഹാഭാരതത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇത് ഇല്ലാതെയാക്കാം. രാമായണം നമ്മളെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുന്നതും ഹിന്ദു സമ്പ്രദായങ്ങളോടും സമാജത്തോടും ചേർത്ത് പിടിക്കുന്നതുമായ ഒരു ആങ്കറാണ് രാമായണം. ഈ രാമായണം മാസം കുറച്ചൊന്നുമല്ല ഇവരെയൊക്കെ അലോസരപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കും. ഹിന്ദു മതത്തിൻ്റെ കടന്നുകയറ്റം അത് അത്യന്തം ഭീകരമാണ്. ഇപ്പോൾ മലയാള മനോരമ വിദ്യാരംഭം നടത്തുന്നു.
വിദ്യാരംഭം ആരുടെയാണ്? വാസ്തവത്തിൽ സരസ്വതിയുടെ മുന്നിൽ ആ വിജയദശമി ദിനത്തിൽ നടത്തുന്നതാണ് വിദ്യാരംഭം. അപ്പോൾ മനോരമയ്ക്ക് കൂടി വന്നാൽ ചെയ്യാവുന്നത് വിദ്യാരംഭത്തിൻ്റെ സമയത്ത് അവിടെ വയ്ക്കുന്ന നിലവിളക്കിൻ്റെ അറ്റത്ത് ഒരു കുരിശ് വയ്ക്കാം. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലവിളക്കും കുരിശും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം നിലവിളക്കിനായിരിക്കുകയും ചെയ്യും. മാത്രമല്ല, വിദ്യാരംഭത്തിൻ്റെ ദിവസമാണ്, വിജയദശമി ദിവസമാണ് വിദ്യാരംഭം നടത്തുന്നത്. വേറൊരു ദിവസം മനോരമ നടത്തിട്ട് 10 പേരെ കിട്ടില്ല. ഇതും പള്ളിക്കാർ ട്രൈ ചെയ്ത് നോക്കി. അവർ ഇതൊരു നോവേനയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ എഴുത്തിനിരുത്തുക, അത് പ്രത്യേക ഒരു ചടങ്ങാക്കി മാറ്റി ഒക്കെ അത് പ്രചരിപ്പിക്കാൻ നോക്കി. ക്രിസ്ത്യാനികൾ പോലും വരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഹരിശ്രീ ഗണപതയേ നമ എന്ന് എഴുതുന്നതിന് പകരം തമ്പുരാൻ തുണയ്ക്ക എന്നെഴുതിയാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എവിടെ വെച്ച് അവർ ഈ തമ്പുരാനെ താഴെയിട്ട് ഗണപതിയെ എടുത്തു എന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെയും ചെയ്ത് നോക്കിയിരുന്നു. അവർക്ക് വലിയ പ്രയാസം. ഹിന്ദു നിശബ്ദമായിട്ട് യുദ്ധം ചെയ്യാതെ, അക്രമമില്ലാതെ, ഒന്നുമില്ലാതെ വളരെ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു കയറും. എൻ്റെ ചെറുപ്പത്തിൽ ഒരൊറ്റ പള്ളിയിൽ കൊടിമരം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കൊടിമരം ഇല്ലാത്ത പള്ളി ഞാൻ അന്വേഷിച്ച് നടക്കുക. കൊടിമരം ഇല്ല, ചെണ്ട ഇല്ല, ബാൻഡാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിലെ സകല പള്ളിയിലെ പെരുന്നാളിനും ബാൻഡാണ്. മാത്രമല്ല, ഈ പെരുന്നാൾ തന്നെ ഹിന്ദുക്കളുടെ ഉത്സവത്തിന് തുല്യമായിട്ട് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചതാണ്. ഇവരുടെ ഉത്ഭവദേശത്ത് പോയി നോക്കിയാൽ അവിടെ പെരുന്നാളൊന്നുമില്ല. അവർക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ഇതുപോലത്തെ ചില ഇതല്ലാതെ ഇവിടുത്തെ പോലെ പിണ്ടി പെരുന്നാൾ, ആ പെരുന്നാൾ, ഈ പെരുന്നാൾ, ആ പുണ്യാളൻ, ഈ പുണ്യാൾ, ഈ ഏർപ്പാടൊന്നും ഇവർ തുടങ്ങിയ സ്ഥലത്തില്ല. ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അങ്ങനെ ഇപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് വരെയായി. വിഗ്രഹാരാധനയിൽ അവർക്ക് വിശ്വാസമില്ല. പക്ഷേ വിഗ്രഹവും കൊണ്ട് അവർ പള്ളിക്ക് ചുറ്റും റോഡിലും ഒക്കെ നടക്കാൻ തുടങ്ങി. രൂപക്കൂട് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക. അവർ തന്നെ ഹിന്ദുക്കളായിട്ട്, സ്വഭാവം കൊണ്ട് ഹിന്ദുക്കളായിട്ട് മാറുക. ഹിന്ദു ആൾക്കാർ ഒരു ബസ്സിൽ പോകുമ്പോൾ സൈഡിൽ അമ്പലം, ബസ്സിലിരിക്കുന്ന ഹിന്ദു ഒന്നിങ്ങനെ കുനിഞ്ഞ് ഒന്ന് തൊഴും. ഒരു ക്രിസ്ത്യൻ പള്ളി വരുമ്പോൾ ഇതേ സർക്കസ് ക്രിസ്ത്യാനി കാണിക്കും. എന്തിനാണ്? ആ പള്ളിക്കകത്ത് എന്തുണ്ടെന്നാണ്? പള്ളി വെറുതെ ഒരു ആരാധനാലയമാണ്. അല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ ഇരിപ്പിടവുമല്ല, കർത്താവിൻ്റെ ഇരിപ്പിടവുമല്ല, ഒന്നുമല്ല. യഹോവ അവിടെ ഇരിക്കുന്നില്ല, ഒന്നുമില്ല. ബട്ട് ഇത് ചെയ്യുന്നതിലൂടെ ഹിന്ദുവിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളും ഇത് ചെയ്യുന്നു. മുസ്ലിം പള്ളിക്ക് മുമ്പിലൊന്ന്, മുസ്ലിം പള്ളിയിലൊന്നുമില്ല, ഇറ്റ് ഈസ് എ ഹോൾ, ചുമ്മാ ഒരു നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ മുസ്ലിങ്ങൾ അത് ചെയ്യും. അത് ചെയ്യുന്നതിലൂടെ അവർ പകുതി ഹിന്ദുവായിട്ട് മാറുന്നു. ആചാരങ്ങളിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന സ്വഭാവമാണ് ഹിന്ദുവിനുള്ളത്. അതുകൊണ്ടാണ് ആഗമങ്ങളിൽ ഏറ്റവും പ്രധാനം ആചാരം എന്ന് പറയുന്നത്. സർവാഗമാനാം ആചാരം പ്രഥമം പരികൽപ്യതേ. എല്ലാ ആഗമങ്ങളിലും പ്രഥമം ആചാരമാണ്. പക്ഷേ ഹിന്ദു അടുത്തൊരു പ്രിൻസിപ്പിളും കൂടി വെച്ചിട്ടുണ്ട്. ആചാരപ്രഭവോ ധർമ്മസ്യ പ്രഭുരച്യുത. നിങ്ങളുടെ ആചാരങ്ങളിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം. ആ ധർമ്മം തീരുമാനിക്കുന്നത് ച്യുതിയില്ലാത്തവൻ അച്യുതൻ ആയിരിക്കും. അച്യുതൻ അവിടെ അർത്ഥം കുറവില്ലാത്തവൻ, കുറ്റവും കുറവും ഇല്ലാത്തവൻ എന്നാണ്. ശ്രീകൃഷ്ണൻ എന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ. അപ്പം അതിന് നേരെ എതിരർത്ഥമുണ്ട്. ധർമ്മം പ്രവഹിക്കാത്ത ആചാരങ്ങൾ അനാചാരമാണ്, ദുരാചാരമാണ്, അത്യാചാരമാണ്. അപ്പം ആചാരത്തെ കണ്ണുമടച്ച് കെട്ടിപ്പിടിക്കുകയല്ല, ഇതിൽ നിന്ന് ധർമ്മം പ്രവഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അത് ആചാരമാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാത്തത് ഹിന്ദു അനുസരിച്ച്
അല്ലാത്തതൊക്കെ കയറി വരും. ആ വലിയ സമൂഹമല്ലേ കയറി വരും. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് അവർക്ക് തടയാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനിയും മെല്ലെ ഹിന്ദുവായിട്ട് മാറുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ധരിച്ചിട്ട് ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു പള്ളിയച്ഛൻ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണ്, എന്താ ചെയ്യുക? ആദ്യം ന്യൂട്രൽ പേരുകൾ കയറി വന്നു. മേരി, ഏലിയാമ്മ, ഇതുപോലെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് പേരിട്ടു. ഇന്ത്യൻ പേരല്ല, അതെല്ലാം ബൈബിളിൽ നിന്നെടുത്ത പേരുകളാണ്. ഇത് പോയിട്ട് വീണ, ന്യൂട്രൽ പേരാണ്. ഹിന്ദു പേരാണോ? അല്ല. വീണ ജോർജ് ഹിന്ദു പേരാണോ? അല്ല. പക്ഷേ ഒരു ഹിന്ദുത്വം ഇല്ലേ? ഉണ്ട്. രശ്മി ഹിന്ദു പേരാണോ? ഹിന്ദു പേരൊന്നുമല്ല, എന്നാലും ന്യൂട്രലാണ്, പക്ഷേ ചെറിയ. അപ്പോൾ എനിക്ക് ഈ അച്ഛൻ്റെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അച്ഛൻ്റെ പോയിൻറ്റും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വീണ, രശ്മി, സ്വപ്ന, ഇങ്ങനത്തെ പേരുകൾ ഇത് പ്രകടമായി ഹിന്ദു പേരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഹിന്ദു ടിഞ്ചുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹിന്ദു ടിഞ്ച് വിഷമം. എന്നിട്ട് പുള്ളി പറഞ്ഞു, കാലം കുറച്ച് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഹിന്ദു പേരുകൾ തന്നെ കയറി വന്നു. ലക്ഷ്മി, ഇതുപോലത്തെ പേരുകൾ. ഇപ്പോൾ ലക്ഷ്മി ചെറിയാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം തോന്നുന്നില്ല. ഇതുപോലെ ആണുങ്ങളുടെയും പേര്. രാജൻ, രാജൻ ഹിന്ദു പേരാണോ? ഒന്നുമല്ല, പക്ഷെ എന്നാലും അത്ര ശരിയൊന്നുമല്ല. രാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു 40 വർഷം മുമ്പ് ക്രിസ്ത്യാനിക്ക് രാജൻ എന്ന് പേരിടില്ല. 40 അല്ല, അതിലും പുറകോട്ട് പോകണം. രാജൻ വളരെ നേരത്തെ കയറുന്ന പേരാണ് രാജു, രാജനൊക്കെ. ഇപ്പം രാജു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ രീതിയിൽ വളരെ സൗമ്യമായിട്ട് ഇതിങ്ങനെ കയറി കയറി വരുന്നു. സകല കാര്യങ്ങളെയും സ്വാധീനിക്കുന്നു. ഇപ്പോൾ അടുത്ത സ്വാധീനം സംഗീതത്തിലാണ് വരുന്നത്. പള്ളിപ്പാട്ടുകൾ എപ്പോഴും യൂറോപ്യൻ മ്യൂസിക്കാണ്. അതിന് നമുക്കൊരല്പം ഇഴയുന്ന പാട്ട്, കരയുന്ന പാട്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ എല്ലാ പാട്ടും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞായറാഴ്ചകളിൽ പള്ളിയുടെ പുറത്ത് നിന്ന് കേട്ട് നോക്കിക്കോ, ആ പാട്ടുകളുടെ ഈണം ഭാരതീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മലയാളിയുടെ എന്ന് പറയാം, കേരളീയം എന്ന് പറയാം, ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ക്രിസ്ത്യാനികൾ വെച്ചാൽ ഈ മതപരിവർത്തനം ദൃഢവ്രതമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒളി അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യാനികൾ. സാധാരണ ക്രിസ്ത്യാനിക്ക് ഒരു ചുക്കുമില്ല, അവന് സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ്. പക്ഷേ ഈ ഉദയംപേരൂർ സുനഹദോസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് നേരെ തിരിച്ചായി പോയതിലുള്ള വിഷമം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ എന്നോട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ധരിച്ച അച്ഛൻ സംസാരിച്ചില്ലേ, അതുപോലെയുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനാണ് ഇത്തരം സാധനങ്ങളായിട്ട് പുറത്തു വരുന്നത്. അത് കുറച്ചൊന്ന് ഇതുപോലെ എഴുതിയൊക്കെ തീർക്കും, പിന്നെ അത് ക്ലിക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കളയും, അടുത്തത് എന്തെങ്കിലും എടുക്കും. അപ്പോഴത്തേക്ക് വീണ്ടും ഹിന്ദുത്വം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചിട്ടുണ്ടാകും. ഇതിനെ തടയാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞ് തടയും? എല്ലാവരും ആചരിക്കുന്നു. ഞാൻ പനച്ചിക്കാട്ട് സരസ്വതി എന്ന് പറഞ്ഞു കോട്ടയത്തു നിന്ന് കുറേ അങ്ങോട്ട് മാറിയ ചങ്ങനാശ്ശേരി. ഇപ്പോൾ പനച്ചിക്കാട്ട് സരസ്വതി പ്രസിദ്ധമായ ക്ഷേത്രമാണ്. വിദ്യാരംഭത്തിൻ്റെ ദിവസം ഒരിക്കൽ ഞാൻ അവിടെ പോയി. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ രാവിലെ തന്നെ പോയി. എന്താ ആൾക്കൂട്ടം! അപ്പോൾ തൊഴാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. ഇങ്ങനെ തൊഴുത് വന്നിട്ടോ അതോ തൊഴുന്നതിന് മുമ്പോ ആണ് ഈ ഹരിശ്രീ എഴുതാനായിട്ട് അവിടെ മണ്ണ് ഇങ്ങനെ സിമൻ്റൊക്കെ കെട്ടി ആൾക്കാരുടെ സൗകര്യത്തിന് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ബുദ്ധിമുട്ടി അവരുടെ മകനെ കൊണ്ട് ഹരിശ്രീ ഗണപതയെന്ന്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഈ പയ്യനോട് പറയാണ്, അവിടെ ചെല്ലുമ്പോഴേ
ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം തരും, അത് കുടിച്ചോളണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കഴുത്തിൽ ഒരു കൊന്തയുണ്ട്. കൊന്ത മുൻവശത്ത് നിന്നല്ലേ കാണാൻ പറ്റുള്ളൂ, ഞാൻ പുറകിലാണ് നിൽക്കുന്നത്. പക്ഷേ കൊന്തയുടെ ചരട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഹിന്ദു സ്ത്രീകൾക്ക് അത്തരം ചരട് ഉണ്ടാവില്ല. കൊന്ത ചരട് കണ്ടാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് കൊന്തയുണ്ട്. അവർ ഈ പയ്യനെ അവിടെ കൊണ്ടുവന്ന് തൊഴുത് വിദ്യാഭ്യാസം അതിൻ്റെ ചിട്ടകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ തീർത്ഥം കുറച്ച് വെള്ളം തരും, അത് കുടിച്ചോളാം, അല്ലെങ്കിൽ ഇവന് നിലത്ത് കളയോ. നമ്മുടെ രാധാകൃഷ്ണനെ പോലെ ഇങ്ങനെ ചുറ്റിക്കളയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ, ദേവി കോപിക്കുമല്ലോ. അതുകൊണ്ട് അമ്മ ശ്രദ്ധയോടെ ഇത് പഠിച്ച് ഇവനെ പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യുകയാണ്. ക്രിസ്ത്യാനിയാണ്. എന്ത് ചെയ്യും ക്രിസ്ത്യാനികൾ? ഇതുപോലെ ഹിന്ദുക്കൾ പള്ളിയിൽ പോകുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. എത്രയോ ഹിന്ദുക്കൾ പള്ളിയിൽ പോകുന്നുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അതൊരു സാധാരണ മിക്സപ്പാണ്. പക്ഷേ ഹിന്ദുവിന് ആ പ്രയാസം ഉണ്ടാകുന്നില്ല, ക്രിസ്ത്യാനികൾക്ക് ഈ പ്രയാസം ഉണ്ടാകുന്നു. വാസ്തവത്തിൽ എനിക്ക് വലിയ ഇത് തോന്നാറുണ്ട്. യേശുദാസ് സഭയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ഇത്ര വലിയൊരു വെല്ലുവിളി കേരളത്തിലെ സഭ നേരിട്ടിട്ടുണ്ട്. യേശുദാസ് പത്രപരസ്യം കൊടുത്തു, ഞാൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യേശുദാസിൻ്റെ കച്ചേരി ആദ്യമായിട്ട് 1972 ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ പരസ്യം അദ്ദേഹം കൊടുത്തുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു ദാറ്റ് ഈസ് ഓക്കെ. കച്ചേരിക്ക് ആദ്യം പെർമിഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് 3 വർഷം എടുത്തു ജഡ്ജ്മെൻറ്റ് വരാൻ. ആ ജഡ്ജ്മെൻറ്റിൽ കോടതി പറഞ്ഞത് ഹിന്ദുവും കൂടെയാണ് എന്ന് പരസ്യം ചെയ്ത സ്ഥിതിക്ക് ക്ഷേത്രത്തിൽ കയറാൻ വിരോധമില്ല. ഇനി വിരോധമുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവേണ്ടത് ക്രിസ്ത്യാനികൾക്കാണ്, ഹിന്ദുക്കൾക്ക് വിരോധമില്ല. ഞാൻ ഹിന്ദുവാണ് ചേട്ടാ, ആണോ എന്നാൽ കയറിക്കോ. മറ്റവർക്ക് അങ്ങനെയല്ല. ഒരാൾ അപ്പുറത്ത് പോയി മഹറവും ചൊല്ലി പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞ് ചടങ്ങുണ്ടാകും, സമുദായ ഭ്രഷ്ടനാക്കുക. ഇത് യേശുദാസിന് ചെയ്യാൻ പറ്റും. യേശുദാസിൻ്റെ കുട്ടികളെ അവർ മാമോദിസ മുക്കുകയില്ല എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു യേശുദാസ്. അപ്പോൾ യേശുദാസ് സ്വന്തം സമുദായത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതി, അത് ക്രൈസ്തവ സഭയ്ക്ക് വല്ലാത്ത ഒരു വെല്ലുവിളിയായിരുന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുദാസുമായിട്ടുള്ള യുദ്ധം മുതലാവില്ല, സഭ തകർന്നു പോകും. അതുകൊണ്ട് യേശുദാസിനെ അവർക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു. അപ്പോൾ യേശുദാസിനെ പോലെ വലിയൊരു ഫിഗർ റിവോൾട്ട് ചെയ്ത കഥ ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ എത്ര പേർക്ക് ഇതറിയാമെന്ന് എനിക്കറിയില്ല. യേശുദാസും സഭയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു. ബട്ട് വലിയ റിവോൾട്ട് നടത്തിയ ആളാണ് യേശുദാസ്. ഇപ്പോഴും യേശുദാസ് ശബരിമലയ്ക്ക് പോകുന്നത് സഭയ്ക്ക് എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് വായനത്തിന് തോന്നുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. അതിൻ്റെ ശ്വാസം മുട്ടൽ ആലോചിച്ചില്ല. അപ്പോൾ ഈ സാധനമൊക്കെ എവിടെയെങ്കിലും ഇറപ്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് വെച്ച വികാരങ്ങൾ. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല, ഇങ്ങനെ. പക്ഷേ ഇങ്ങനെയൊരു ഇത് വന്നിട്ടും ഇവിടുത്തെ ആരും അതിനെ പ്രതികരിച്ചില്ല. അതായത് മലയാള ഭാഷ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, സാംസ്കാരിക, അത് പ്രത്യേകിച്ച് പറയാണ്ട് ഇപ്പോൾ അതൊരു തെറിയായിട്ട് വരികയാണ്. പക്ഷേ എങ്കിലും അങ്ങനെയുള്ളവരാരും ഇതിനകത്ത് ഒരു പ്രതികരണം, അല്ലെങ്കിൽ നിരന്തരം ലേഖനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വന്നേനെ. പക്ഷേ അത് എഴുത്തച്ഛനായതുകൊണ്ടാണ്. മോയിൻകുട്ടി വൈദ്യര് ഉണ്ടായിരുന്നില്ല എന്നൊന്ന് എഴുതി നോക്കി. അപ്പോൾ ഈ പറഞ്ഞ സാംസ്കാരിക കക്ഷികളും അവരുടെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ആക്രമിച്ചത് ആരെയാണ്? എഴുത്തച്ഛൻ ഹിന്ദു അല്ലേ? ആണ്. ഉറപ്പല്ലേ? ആണ്. അപ്പോൾ പിന്നെ മിണ്ടണ്ട. ദിസ് ഈസ് ഓൾ. വേറെ ഒന്നും ഈ പറഞ്ഞ ഭാഷാസ്നേഹവും ഇല്ല, സാംസ്കാരികവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ദേ ആർ പ്യൂർലി ആൻറ്റി ഹിന്ദു, അത്രയേ ഉള്ളൂ.